കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നിധിയെ കാണാൻ ഭാസ്കരൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. നിധി ഭാസ്കരനെ കണ്ടയുടൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. നിധിയോട് ഭാസ്കരൻ മോളെ കണ്ട് സംസാരിക്കാൻ വന്നതാണ്. സുധീഷ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഞാനാണ്. നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? നീ ഒരു റൂമിൽ, നിധി മറ്റൊരു റൂമിൽ. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അതാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം. നിധി, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഞങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ബൊമ്മ കല്യാണമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നത്. അത് വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് മാത്രം എന്താ അംഗീകരിക്കാൻ ഇത്ര മടി? ഒരച്ഛൻ ഇങ്ങനെയാണോ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നിധി ചോദിച്ചു. ഭാസ്കരന് മനസ്സിലായി നിധി വളരെ ദേഷ്യത്തിലാണെന്ന്. നിധിയോട് യാത്ര പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോയി. നിധി റൂമിലേക്ക് കയറിപ്പോയി. ഹരീഷും നികേഷും ഹാളിലിരിക്കുന്നു. സുധീഷ് അവരോട് ചോദിച്ചു, നിങ്ങളെന്താ എന്നോടൊന്നും മിണ്ടാത്തത്? നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് പറ്റിയത്? ഇവിടെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ ഇരിക്കാൻ? നിധി ഇവിടുന്ന് പോയി. അതിന് കാരണം ഞാനാണ്. ഞാൻ അവളുടെ ഭർത്താവല്ലേ? അവളുടെ റൂമിൽ കയറിയാൽ എന്താണ് കുഴപ്പം? ഹരീഷ് പറയുന്നുണ്ട് സുധീഷിനോട്. നിധിയേട്ടത്തി സുധീഷിനെ ഭർത്താവായി കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരായാലും ദേഷ്യപ്പെടില്ലേ? സുഭാഷ് പറയുന്നുണ്ട്, നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. കുടിച്ചു വന്നിട്ട് റൂമിൽ കയറി ബഹളം വെച്ചത്. നിധി അതുകൊണ്ട് ഇവിടുന്ന് പോയത്. സുധീഷ് പറഞ്ഞു, എല്ലാത്തിനും കാരണം ഞാനാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് പറഞ്ഞിട്ട് എന്നോട് എന്തിനാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നത് എന്ന് സുധീഷ് പറഞ്ഞു. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് സുധീഷ് ചെല്ലുന്നു. സുധീഷ് എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കറിയാലോ എനിക്ക് എത്രമാത്രം നിധിയെ ഇഷ്ടമാണെന്ന്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഹരീഷ് പറയുന്നുണ്ട്, സുധീഷ്, നിധിയേട്ടത്തിക്ക് കുറച്ച് സമയം കൊടുക്കണം അംഗീകരിക്കാൻ. ഇത് ശരിയായി നടന്ന കല്യാണമൊന്നും അല്ലല്ലോ. നിധിയേട്ടത്തി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഒരു ദിവസം സമാധാനത്തോടു കൂടി പറയുക, നിധിയെ എനിക്ക് ഇഷ്ടമാണ്. നിധി എന്ത് പറയും നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യം തീരുമാനിക്കാം. സുധീഷ് നേരെ നിധിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു. സുധീഷ് അവിടെ പുറത്തു നിന്നു. നിധിയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ നിധിയോട് ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം പറഞ്ഞു. നിധിയുടെ കൂട്ടുകാരി നിധിയോട് പറഞ്ഞു, അന്ന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയില്ലേ, അയാൾ പുറത്ത് നിൽക്കുന്നുണ്ട്, നിന്നെ കാണണമെന്ന് പറഞ്ഞു. നിധി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ചോദിച്ചു സുധീഷിനോട്, എന്തിനാ ഇവിടെ വന്നത്? സുധീഷ് പറഞ്ഞു, വഴക്കുണ്ടാക്കാൻ വന്നതൊന്നും അല്ല, നിധിയെ കണ്ട് മാപ്പ് ചോദിക്കാമെന്നതാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, പക്ഷേ നിധി വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചില്ല. അതിന് മാപ്പ് ചോദിക്കാമെന്നതാണ്. നിധി പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് എത്രമാത്രം വേദനിച്ചു എന്ന് സുധീഷിനറിയോ? എനിക്ക് സുധീഷിനോട് ക്ഷമിക്കാൻ പറ്റില്ല. സുധീഷ് പൊയ്ക്കോ, ഇനി മേലെ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞു.